വൈകിട്ട് 3:10. ബിഗ് ബോസ് മഞ്ഞ മോള് പവർ ടീമിന്റെ ഉള്ളിൽ 2 എണ്ണം ഞാൻ കണ്ടു. പോയി ഞാൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് ഒരു പൊടി ഉണ്ടോ നോക്കാം. ഒരു കരി പൊടി ഉണ്ടോ നോക്കാം. ബിഗ് ബോസ് നെക്സ്റ്റിന്റെ ബാരിക്കിന്റെ ഉള്ളിൽ ബോംബുകളൊന്നുമില്ല. ഓക്കെ, ഞങ്ങളുടെ ഇതിനകത്ത് വീണിട്ടുള്ളത് വീണിട്ടുണ്ടെങ്കിൽ പൊടി ഉണ്ടാവും. ഇത് ഞങ്ങളുടെ പിങ്ക്, അത് പിങ്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വീണത്. ബിഗ് ബോസ് ടണൽ ടീമിന്റെ ബാരിക്ക് ഞാൻ ചെക്ക് ചെയ്തു. ടണൽ ടീമിലും ബോംബുകളൊന്നുമില്ല. ബാരിക്കിന്റെ ഉള്ളിൽ ഞാൻ കണ്ടത് ഒരെണ്ണമാണ്. ഒന്നാണ് ഡെന്നിൽ ബാരിക്കിന്റെ ഉള്ളിൽ ഞാൻ കണ്ട ബോംബ്, ഒരെണ്ണം. യെസ് സർ. ആദ്യ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ബോംബുകൾ ഏതു ടീമിന്റെ ബാരക്കിലാണ്? പവർ ടീം. രണ്ട് ബോംബുകളാണ് ബാരക്കിനുള്ളിൽ പവർ ടീമിന്റെ ഉള്ളത്. ഈ മത്സരത്തിൽ നിന്നും പവർ ടീം പുറത്തായിരിക്കുന്നു. പവർ ടീമാണ് ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നത്. വൈകിട്ട് 3:20. ടണലെറിഞ്ഞ ബോംബ് എന്റെ കണ്ണി കൊണ്ടത് അവർക്ക് എങ്ങനെ മഞ്ഞപ്പൊടി വരും? എന്റെ മേത്തേക്ക് എടുത്തെറിഞ്ഞത് മഞ്ഞപ്പൊടിയാ. ഒരു മിനിറ്റ് എന്റെ ബുദ്ധി. ടണല് ഞങ്ങൾ എറിഞ്ഞ ഒരു ബോംബ് എന്റെ കണ്ണിൽ തട്ടി, ഞാൻ പറയട്ടെ, എന്റെ കണ്ണിൽ തട്ടി ബാക്കിലേക്ക് പോയി. കാണിച്ചു തരാം. അതാണ് ഈ ബോംബ്. ഈ ബോംബ് ഇതിന്റെ തെളിവാണ് എന്റെ കണ്ണിലുള്ള മഞ്ഞപ്പൊടി. ടണൽ എങ്ങനെ മഞ്ഞപ്പൊടി എറിയും? റെഡ് പൊടി എറിയുന്നവരെങ്ങനെ മഞ്ഞ പൊടി എറിഞ്ഞ് എന്റെ മേത്തേക്ക് പൊളിക്കും? ഞാൻ ആ ചോദിക്കണത് എങ്ങനെയാണ് ഇവിടെ റെഡ് ബോംബ് കാണാത്ത? അടിച്ചൊരെണ്ണം ബാക്കി പോയി തെറിഞ്ഞു, പക്ഷെ പിന്നെ അത് കാണാനില്ല. നിങ്ങള് ടണലിലെറിഞ്ഞ ബോൾ അവരെടുത്ത് ഞങ്ങൾ എറിഞ്ഞു. എന്റെ കണ്ണില് കൊണ്ടത് അഭിജിത്ത് എറിഞ്ഞത്, അഭിഷേക് എറിഞ്ഞത് എന്റെ കണ്ണിൽ. നിങ്ങളുടെ ടീമിന് നിങ്ങൾ ടണലിന് ബോൾ എറിഞ്ഞു, മഞ്ഞ ബോള്. അവന്റെ തലയിലുള്ള മഞ്ഞ. ഇവർക്ക് എങ്ങനെ മഞ്ഞ ബോൾ കിട്ടുന്നത്? ആ ബോൾ പറക്കി അവരെറിഞ്ഞതാണ് എന്റെ മേത്ത് വന്നത്. നിങ്ങൾ അത് ഇട്ടിട്ടില്ലല്ലോ അപ്പുറത്തേക്ക്. ഞങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇത്രയും ബോംബ് എടുത്ത് എന്ത് നിങ്ങൾ പക്ഷെ നിങ്ങൾ കണ്ട ഗ്രീൻ നമ്മള് വിടുന്നില്ല പവറ്. ഞങ്ങൾ കണ്ടില്ല. അവര് നിങ്ങൾ ഇപ്പിടി നിന്നു. അതേമാതിരി അപ്പൊ ഞാൻ പിന്നെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇട്ടു. കൊറേ ടൈം എടുത്ത് നിങ്ങൾ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വീണില്ല എന്ന് എനിക്ക് 100% അറിയാം. നിങ്ങൾ ഇട്ടായിരുന്നാ? ഞാൻ മട്ടു വന്നിട്ടു, പക്ഷെ അതിപ്പോ കാണാനില്ല. അതെനിക്കറിയില്ല. നിങ്ങൾ അറിയാതെ തൂക്കി എറിഞ്ഞ. അഭിഷേക് സമ്മതിച്ചു എന്റെ മുഖത്തേക്ക് എറിഞ്ഞത്. അഭിഷേക് എറിഞ്ഞത് കൊണ്ട സ്ഥലത്ത് മഞ്ഞ. നിങ്ങൾ എറിയാത്ത ഒരു എക്സ്ട്രാ ബോൾ ഇവിടെ ഉണ്ട്. അല്ലേ ചേച്ചി? അല്ല, ഇതിലവർക്ക് പ്രശ്നമില്ലെങ്കിൽ അവര് ഔട്ടായി, നമുക്കിത് യൂസ് ചെയ്യാലോ. നിങ്ങൾ എടുത്തോ, നിങ്ങൾ ആ തോക്ക് കൊടുത്തോ, എന്താന്ന് വെച്ചാൽ എടുത്തോ. അല്ല, ഇത് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാലോ. അത് പ്രശ്നമില്ലെങ്കിൽ എല്ലാം യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. സമയം കിട്ടില്ല. ഒരു മഞ്ഞ ബോള് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടോ? അതായത് വൈകിട്ട് 3:25. ഞാൻ ചോദിക്കുന്നത് നിനക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് വേണ്ട, നിർത്തിക്കോ. നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നീ അത് കേൾക്കണ്ടോ? കേൾക്കാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? വേണ്ട, നിർത്തി. നിന്റെ പ്രശ്നം എന്താ? നീ ചോദിക്കേ. ഇതിനിപ്പോ അവരുടെ ടീം കാണിച്ചിട്ട് നീ എന്റെ അടുത്ത് മോൻ കാണിച്ചിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ജാസ്മിൻ തല്ല് പിടിക്കണമെങ്കിൽ നിർത്തിക്കോ. ഞാൻ സത്യമായിട്ട് പറയണോ? എന്റെ കയ്യിൽ നിന്ന് പോകണേ, ഇത് നിർത്തിക്കോ. ഞാൻ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ. എല്ലാം നിർത്തി. എന്തുവാ ഡിസ്ക്വാളിഫൈ ചെയ്യണോട്ടോ ചേട്ടാ. ബിഗ് ബോസ് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞ റൂളാണ് മറ്റുള്ളവരുടെ ബോൾ എടുത്ത് എറിയരുത്. ഓൾറെഡി എറിഞ്ഞ ബോൾ എടുത്ത് എറിയരുത്. ഇവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഒരെണ്ണം എന്റെ അമ്മയാണ് ഇവൻ എറിഞ്ഞതാണ് എന്റെ നെറ്റത്ത് കൊണ്ടത്. ഇതേ കിടക്കണം മഞ്ഞപ്പാട്. നിങ്ങളെ അതെ, ഞാനാണ് ബോൾ എടുത്ത് അഭിഷേകിന് പറക്കിയ ബോൾ. താഴേന്ന് ബോൾ പറക്കിയിട്ടില്ല. ഇനി മഞ്ഞപ്പൊടി ഉണ്ടോ നോക്ക്. മഞ്ഞപ്പൊടി നീ ഈ പവർ ടീമിന്റെ ഇതിലൊന്നും മഞ്ഞപ്പൊടി ഒന്ന് കാണിച്ചെന്നെ. പൊടി കാണാൻ പറ്റൂല. പൊടി കാണാൻ പറ്റില്ല. വീഴുന്നതിന്റെ പൊടി കാണാൻ
ശരി നിങ്ങൾ കളിച്ചോ, കുഴപ്പമില്ല. കളിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ കളിച്ചോ. ഇത് പറയും പക്ഷേ ഓൾറെഡി ടണലിൽ അഭിഷേകിന് ബോൾ എടുത്ത് കൊടുക്കുന്ന ആള് ഞാനാണ്. ഞാൻ ബോൾ എടുത്ത് കൊടുക്കുന്നത് ബാരിക്കേഡിൽ നിന്ന് ഓരോ ബോളാണ്. എന്റെ കയ്യിൽ നിന്ന് ബാരിക്കേഡിലായിരിക്കും വന്ന് വീണുണ്ടാവാം. ബാരിക്കേഡിൽ വീണില്ല, ഞാൻ കണ്ടു. ശ്രീ ബാരിക്കേഡിൽ തിരിയുമ്പോ എക്സ്ട്രാ കളർ ഞാൻ ചോദിക്കട്ടെ, ഒന്നുമില്ല. അത് അവള് കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ? ഒന്നുമില്ല. ഒന്നുമില്ല. കളിക്കട്ടെ. വൈകിട്ട് 3:30. ഇതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കളിക്കുന്നതെന്നുള്ളത് തോന്നുന്നത്. അവള് മനഃപൂർവ്വമല്ല നമ്മളെ എയിം ചെയ്തിട്ടില്ല. അവര് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എറിയല്ലേ, അവരുടെ കണ്ണിൽ കാണണ്ടേ നമ്മൾ എറിയുന്നത്. എടാ, അത് അവരുടെ ഗെയിമാണ്. എന്റെ ബ്രോ, അവർക്ക് എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെ ഇത്രയും നാടകങ്ങൾ കളിക്കരുത്. ഞാൻ ഇത്രേ പറഞ്ഞു. എന്റെ മുഖത്ത് ഞാൻ ഇവളോടാ പറഞ്ഞത്. പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിന്നോട് മിണ്ടാത്തത്. നീ വലിയ മറ്റേ നീതിദേവതയായിട്ട് അഭിനയിച്ചിട്ട് നീതിദേവതയായിട്ട് നീ ഉണ്ടാക്കിയിട്ട് നീ നിലവാരമില്ലാത്ത കളി കളിക്കല്ലേ. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. റസ്മിനെ, ഗെയിമിൽ കളിക്കുമ്പോഴെങ്കിലും നീ നിലവാരത്തോടെ കളിക്കും. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ ടീമേറ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്ത് സോറി പറഞ്ഞു. അവിടുന്ന് നിങ്ങൾ എറിയെന്ന് പറയുമ്പോ മനഃപൂർവ്വം അവളെ കൊള്ളാത്ത രീതിയിലല്ലേ നീ പറഞ്ഞത്. കൊള്ളരുതെന്ന് പറഞ്ഞത് നമുക്കൊന്നുമില്ല. പ്രശ്നമല്ല, അത് മിസ്സിംഗ്. അവർക്ക് ഫൗളായിട്ട് നിങ്ങൾ കളിച്ചു. പക്ഷെ നിങ്ങൾ അവർക്ക് വേദന ഉണ്ടാവും. ഇവരെറിഞ്ഞ ബോള് മഞ്ഞായിരുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയത്. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ പലതും പറയും. അതുപോലെ ഗെയിമാണ്. ഗബ്രി കണ്ട ആരായിട്ടത്. ഹലോ, എന്തായാലും കൂടെ നിന്നിട്ട് നിന്നെ പോലെ കുതികാല് വെട്ടിയില്ല. മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ചതിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ചെയ്തത്. ചതിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്നുണ്ടായിരുന്നില്ല, ഇന്നുണ്ടായിരുന്നു, ഇനിയില്ല. മാസാണെന്നാണോ നീ വിചാരിക്കുന്നേ? മാസല്ല പോരെ. വെറുതെ നിന്നിട്ട് വായിട്ട് അളയ്ക്കണം. ഓക്കെ, ജാസ്മിന് സന്തോഷമായോ? നിനക്ക് സന്തോഷം നിന്റെ മുഖത്തുണ്ട്. ചിരിച്ചോണ്ടിരിക്കാൻ നീ ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പവറിന്റെ കൂടെ ഞാൻ പവറിനോട് ഞാൻ ഡീലിട്ടുണ്ട്. കൂടെ ഞാൻ ഡീലിട്ട്. ഒരാളെ മാത്രം ചോദിക്കണ്ട. പവറിനോട് നിങ്ങൾ ഡീലിട്ടില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കേറാൻ നേരത്തെ എന്താ പറഞ്ഞേ? ഞാൻ ഡീലിനോട് ഇത് കേൾക്കും ജാസ്മിൻ. പവറിന്റെ കാര്യത്തിൽ എനിക്ക് നോക്കണ്ട. ഗബ്രി ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തും അവിടെ ചെന്ന് നിന്നപ്പോഴും ഗബ്രിയുടെ വായിന്ന് വന്ന എന്താ? ഗബ്രിയുടെ വാക്ക് എന്തുവായിരുന്നു? എന്നിട്ട് ഗബ്രി എന്താ കാണിച്ചേ? അയ്യോ, എന്താ കാണിച്ചേ? വൈകിട്ട് 3:40. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, മാറിപ്പോക്കോ. ഞാൻ ജാസ്മിൻ, ഞാൻ സീരിയസ് ആയിട്ട് പറയണത്. ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് വെറുതെ ഭയങ്കര മോശം രീതിയിലേക്ക് പോകണ്ട. പൊക്ക എൻ്റെ അടുത്തുനിന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ എന്റെ മെച്ചത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് നല്ല രീതിയിൽ വരും. നിർത്തിക്കോ ജാസ്മിൻ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ വ്യക്തമായിട്ടാ പറയണേ. എടുത്ത് മാറ്റി വെക്കട്ടെ എന്നാ. ഓക്കെ, ഞാൻ പോവാ. എനിക്ക് പോവാ. ഫുഡ് എടുത്ത് മാറ്റി വെക്കട്ടെ. ദൈവത്തോട് എന്നോട് തെറി പറയിപ്പിക്കരുത്. ഞാൻ പരമാവധി പിടിച്ചിട്ടാ നിൽക്കണം. എൻ്റെ വായിന്ന് തെറി വീഴും. അത് പറയിപ്പിക്കാനാണ് നിർബന്ധമാണെങ്കിൽ ചെയ്തോ. പിന്നെ മര്യാദയ്ക്ക് പറഞ്ഞു പൊക്കോ. വിട്ടോ, എന്നെ ഇപ്പം വെറുതെ വിട്ടോ. ആണ് വായിട്ട് അലിക്കുന്നതാണ്. ഒരു സൈഡിലിരുന്നോളാം. ചെല്ല്. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പം പൊട്ടിനേക്കാൾ മുമ്പ് ജാസ്മിനോട് ഒന്ന് പൊക്കോ. ഫുഡ് എടുത്ത് മാറ്റി വെച്ചേക്കാം. എനിക്ക് ഭക്ഷണം വേണ്ട. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ട.